Hi friends, welcome back to our channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കാഷ്വൽ ആയിട്ടൊക്കെ വെളിയിൽ പോകുമ്പോഴത്തേക്കിനും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മേക്കപ്പും അതുപോലെ തന്നെ കുഞ്ഞൊരു ഹെയർ സ്റ്റൈലും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് നമ്മുടെ കാണുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അതായത് ടാൽക്കം പൗഡറും ഐലൈനറും കാജലും ഒരു ലിപ് ബാമും വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന സിമ്പിൾ മേക്കപ്പും വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, കാരണം യൂഷ്വലി നമ്മുടെ കയ്യിൽ എല്ലാവരും കാണുന്ന ഒരു സംഭവങ്ങളാണ് ഇത്രയെന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടോ, ഒന്നും ചെയ്തിട്ടില്ല, മുഖത്തൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒന്നേം തുടങ്ങണം. നമ്മൾ ആദ്യം എന്ത് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പം ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മുഖത്തുള്ള എണ്ണമയമെല്ലാം കണ്ടമാനമുള്ള എണ്ണമയെല്ലാം അങ്ങ് നന്നായിട്ട് കളയണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം പ്രൈമർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ല നാച്ചുറലായിട്ടുള്ള ഇതാണ്, നമുക്ക് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ പ്രൈമറൊന്നും യൂസ് ചെയ്തിട്ടല്ല നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പൗഡർ ഇടാം. ഞാൻ ഹിമാലയയുടെ ബേബി പൗഡറാണ് എടുക്കുന്നത്. അപ്പം എനിക്ക് ബാക്കി പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഇറിറ്റേഷനുണ്ട്, അതുപോലെ തന്നെ കുറേ കുരുക്കളൊക്കെ എപ്പോഴും വരും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ വലിയ പ്രശ്നമില്ല, കൊണ്ട് ഞാനിതാണ് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങുന്നത്. ഇതാകുമ്പോൾ പിന്നെ എനിക്ക് കുഞ്ഞിനും കൂടെ ഒരെണ്ണം മതിയല്ലോ. നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് മൊത്തം ഒന്ന് ഇതാക്കി കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടമാനം പിടിച്ചിരിക്കും. ബ്രഷ് ഉപയോഗിച്ച് മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പൗഡർ പിടിച്ചിരിക്കത്തില്ല. ബ്രഷില്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് യൂസ് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പം ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ബ്രഷ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നമ്മൾ മുഖത്ത് പൗഡർ ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ കഴുത്തേലും കൂടി ഇടണം കേട്ടോ, അല്ലാതെ നമ്മുടെ മുഖവും കഴുത്തും കൂടെ വെവ്വേറെ നിൽക്കും. അത് ഭയങ്കര വൃത്തികേടായിരിക്കും. നമ്മൾ ഒരുങ്ങിയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിനും കാണാനായിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും, കാരണം മുഖത്തൊരു കളറും കഴുത്തിനൊരു കളറുമായിട്ടിരിക്കും. അപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന കൊടുത്തത് ഇപ്പോൾ ക്രീം ആണെങ്കിലും ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിലും കോമ്പാക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മുഖത്തിടുന്ന അതേ സെയിം ഇതിൽ തന്നെ നമ്മൾ കഴുത്തിലും കൂടി ഇടണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് എടുത്തറിയാൻ പറ്റും പെട്ടെന്ന്. നമ്മൾ പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ പുരികം വരച്ച് കൊടുക്കാം. അപ്പോൾ പുരികം വരയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കാജലാണ്, കാരണം എൻ്റെ പുരികത്തിന് തീരെ കട്ടി കുറവാണ്. അപ്പം നന്നായിട്ട് ഇച്ചിരി ഡാർക്കായിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി കാജൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കറുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കാം. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ പുരികം നല്ല ഷേപ്പിലിരിക്കും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നീവിൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനറാണ്. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഐലൈനർ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ഒത്തിരി എക്സസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇത് മാറ്റണം, കാരണം വെച്ചാൽ ഒത്തിരി ഇത് എടുക്കേണ്ട കാര്യമില്ല അതിൻ്റെ തുമ്പിൽ. എന്നിട്ട് ആദ്യം ഒരു ഔട്ട്ലൈൻ ആദ്യം ഒന്ന് വരച്ച് കൊടുത്തിട്ട് വേണം നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ എങ്കിലും നമുക്കൊരു കറക്റ്റ് ഒരു ലുക്കിൽ നമ്മുടെ കണ്ണ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കത് ഒരു ഔട്ട്ലൈൻ ആദ്യം വരച്ച് കൊടുക്കാം. നമ്മൾ ഏത് ലുക്കിലാണ് നമ്മുടെ കണ്ണിൻ്റെ ഇത് വേണ്ടത്, അതിപ്പോൾ ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് ആദ്യം വരച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കണ്ടോ, അതാ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ ആഗ്രഹം അതുപോലെ ഒരു ഔട്ട്ലൈൻ ആദ്യം വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കുള്ളൂ നമുക്ക് കറക്റ്റ് ഒരു പെർഫെക്റ്റ് ലുക്കിൽ നമ്മുടെ ആയി വരത്തുള്ളൂ. നമുക്കിത് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു കണ്ണ് എഴുതിട്ട് നമുക്ക് അപ്പുറത്തേയും കൂടെ വരച്ചു കൊടുക്കാം ഇതുപോലെ. നമ്മൾ ഐലൈനർ വെച്ചിട്ടാണ് നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഈ താഴത്തെ പോർഷൻ എഴുതാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കാജലും കൂടി യൂസ് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ വെക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മസ്കാര ഒന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ
നമ്മൾ ഐലൈനർ വെച്ച് തന്നെ നമുക്ക് മസ്കാരയുടെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ചെയ്യുന്നത് ലേഡി ഫാഷൻ്റെ ഒരു മസ്കാരയാണ്. പക്ഷേ ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഐലൈനർ വെച്ച് തന്നെ എന്ന് പറയുന്നത്. കാരണം ഇപ്പം നമുക്ക് മസ്കാര ഇപ്പം എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഐലൈനർ വെച്ച് തന്നെ മസ്കാരയുടെ ഒരു എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ കൺപീലിയിൽ ഐലൈനർ വെച്ച് തന്നെ ചെയ്താൽ മതി. എങ്ങനെയാണ് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക. ഇത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ആവും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറവശത്തും ഇനി നമ്മൾ കണ്ണിൻ്റെ താഴ്ഭാഗം എഴുതുന്നത് കാജൽ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ കാജലാണ്. ഞാൻ കണ്ണിന് എഴുതാൻ ഉപയോഗിക്കുന്നത് കറുപ്പ് കളറിലെയാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്തെടുക്കാം. ആദ്യം കാജൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഔട്ടർ ലൈനിൽ കൂടെ, അതായത് വാട്ടർ ലൈനിൽ കൂടെ ആദ്യം ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ലിപ്പിനാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ സ്ട്രോബെറി ഷൈൻ ലിപ് കെയർ എന്നുള്ളൊരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ലിപ് ബാമാണ്. ഒരുപാട് ക്രാക്കുകളോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഡാമേജോ ഒന്നും ഉണ്ടാകത്തില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ റെഡ് കളറിൻ്റെ ഒരു ഷൈനിങ്ങും ആ ഒരു സംഭവമൊക്കെ കിട്ടും. അപ്പം ഒരുപാട് ഇറച്ച് നിൽക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ സിമ്പിളായിട്ടുള്ളതാണ്. ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ് കേട്ടോ. നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തു. നമ്മുടെ ഫേസിലുള്ള സിമ്പിളായിട്ടുള്ള മേക്കപ്പ് കഴിഞ്ഞ് ഇപ്പോൾ പൊട്ട് കുത്താൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു കുഞ്ഞു പൊട്ട് തൊട്ടാലും കൂടെ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ പൊട്ട് തൊടാറില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല അങ്ങനെ. അപ്പം അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ പൊട്ട് തൊട്ടെടുത്താൽ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒരു ഇതായിട്ടിരിക്കും ഫേസ്. ഇനി ഫേസിലെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഹെയറിലോട്ട് പോവാണ്. അപ്പം ഹെയറിലോട്ട് പോവാം. നമ്മൾ ആദ്യം നന്നായിട്ട് മുടി ഒന്ന് കോംബ് ചെയ്തിട്ട് നമ്മുടെ മാക്സിമം ആ ഒരു ചടക്കെല്ലാം കളഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹെയർ ഒന്ന് ഇതാക്കുമ്പോഴത്തേക്കിനും വലിയ വൃത്തികേടൊന്നും ഇല്ലാതെ കിടക്കുകയുള്ളൂ. അപ്പം നല്ല രീതിയിൽ ചടയെല്ലാം കളഞ്ഞ് നല്ലപോലെ എടുക്കണം. അപ്പം മുടിയെല്ലാം നന്നായിട്ട് ചീകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുടി നന്നായിട്ട് നമ്മൾ ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഏത് വശത്തോട്ടാണോ വകുപ്പെടുക്കുന്നത് അതുപോലെ എടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും വലത്ത് വശത്തോട്ടേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുക്കുക. കുറച്ച് ഈ പോർഷൻ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ എടുക്കുന്നത്. നല്ലതായിട്ട് ചീകി എടുക്കുക. എന്നിട്ട് ഈ കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പോർഷൻ ഇങ്ങനെ എടുക്കുക. നന്നായിട്ട് ഇതിങ്ങനെ തിരിച്ചെടുക്കണം. എന്തെങ്കിലും ഒരു സ്ലൈഡോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കുക തൽക്കാലത്തേക്കിന്. അതുപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്നും ആ ഒരു വശത്തു നിന്ന് തന്നെ കുറച്ച് പോർഷൻ എടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് പിരിച്ചെടുക്കുക. നമ്മളിപ്പോൾ മൊത്തം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എന്നിട്ട് ഒറ്റ പോർഷനായിട്ട് എടുക്കണം. ഈ ഒരു പോർഷൻ മാത്രമേ നമ്മൾ സ്ലൈഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ കാഷ്വലായിട്ട് ചുമ്മാ ഇങ്ങനെ ഇടുകയാണ്. അപ്പം ഇച്ചിരി പഫ് ചെയ്തൊക്കെ ഇടുവാണെങ്കിൽ കുറച്ച് എടുപ്പുണ്ടായിരിക്കും. ഇന്ന് എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് ഓയിലിയാണ് കേട്ടോ. കാരണം വെച്ചാൽ അറിയാതെ മോളെ കുളിപ്പിച്ച കൂട്ടത്തിൽ ആ എണ്ണ ഞാൻ ഓർക്കാതെ എൻ്റെ തലയിലെടുത്ത് പുരട്ടി. ബാക്കി വന്ന കയ്യെ പുരട്ടിയിട്ട് ബാക്കി ഓർക്കാതെ എടുത്ത് തലയിലോട്ട് പുരട്ടി. കാരണം മൊത്തം ഓയിലി ആയിട്ടിരിക്കും. ഞാൻ ഷാമ്പു ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചതായിരുന്നു. അപ്പം നമ്മുടെ മേക്കപ്പ് സെക്ഷനും ഹെയറിൻ്റെ ആ ഒരു ഇതുമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഫൈനൽ ലുക്കാണിത്. അപ്പം ആദ്യത്തെ ആ ഒരു ഇതും ഇപ്പോഴത്തെ ഇതും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
സിമ്പിളായിട്ടുള്ളതാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് അടിക്കുക. പുതിയ പുതിയ വീഡിയോസിൽ പുതിയ പുതിയ ഐഡിയാസായിട്ട് കാണുന്നവരെ ഞാൻ നിങ്ങളുടെ പൂജ. ബൈ.